5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2010 ഒരു കൊലപാതകം നടക്കുന്നു. അവിടെ ഒരു കൂട്ടബലാത്സംഗമാണ് അതിന് ആസ്പദമായ കേസ്. ഒരു വീട്ടമ്മയെ തിരുവനന്തപുരം കല്ലറ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലം, കല്ലറ പാങ്ങോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി വലിയ പ്രശസ്തമായ ഒരു പ്രദേശമാണ്. അവിടെ പാങ്ങോടുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള കിണറ്റിൽ ഒരു മൃതദേഹം കിടക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് ആ മൃതദേഹത്തിൽ നിന്നുള്ള നാറ്റവും ഗ്യാസുമൊക്കെ പുറത്തു വരുന്നു. അതുവരെ ആ സ്ത്രീയെ കണ്ടില്ല എന്ന് പറഞ്ഞ്, ആ അമ്മയെ കണ്ടില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ പോലീസ് കേസ് കൊടുത്ത് 4 വഴിക്കും ഓടുന്നു. അവസാനം ആ സ്ത്രീ സുലോചന എന്ന് പറയുന്നവരെ ആ കിണറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഭാഗമായി, സുലോചനയെ കിട്ടിയതിൻ്റെ ഭാഗമായി 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഒരു നിയാസ്, ഒരു മണികണ്ഠൻ, ഒരു നിസാമുദ്ദീൻ. 2010 കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു കാറിൽ പിടിച്ചുകൊണ്ട് പോയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം ചെയ്ത് അവർ മരണതുല്യമായി എന്ന് മനസ്സിലാക്കി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ കേസ് വളരെ വിവാദമായിരുന്നു. 2010 പത്രങ്ങളിലൊക്കെ വലിയ വിവാദമായിരുന്നു. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേകത, ഏതെങ്കിലും കേസ് വന്നാൽ അത് നിൽക്കും, കുറച്ച് ദിവസം കാണും, പിന്നെ അടുത്ത വിഷയം വരുമ്പോൾ അതിലേക്ക് മാറും. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം, അങ്ങനെ കഴിയും. എന്നാൽ 2010 കഴിഞ്ഞു, 14 വർഷം കേസ് പറഞ്ഞു. ആറ്റിങ്ങൽ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് കേസ് വരുന്നു. ശ്രീ PR ബിജു എന്ന് പറയുന്ന ജഡ്ജി വിധി പറയുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം വിധി പറയുമ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ച് പ്രതികളെ ശിക്ഷിക്കാനാകില്ല. സാഹചര്യ തെളിവുകളിൽ സംശയം പറയുന്നു. അങ്ങനെ 3 പ്രതികളെയും വെറുതെ വിടുന്നു. ഒരുപക്ഷെ ആ പ്രതികൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ അപ്പോഴും നീതിപീഠത്തിനോടുള്ളൊരു ചോദ്യം, പൊതുസമൂഹം ചോദിക്കേണ്ടതായി ഉയർത്തിയെടുക്കേണ്ട ഒരു ചോദ്യം, സുലോചന എന്ന് പറയുന്ന വനിതാ അമ്മ മരിച്ചല്ലോ, ആ സഹോദരി മരിച്ചല്ലോ, കിണറ്റിൽ നിന്നാണല്ലോ ശവശരീരം കിട്ടിയത്, 3-4 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നല്ലോ, അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവരെ ബലാത്സംഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നല്ലോ. അപ്പോൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് 3 ആളുകൾ കൂടിയോ 4 ആളുകൾ കൂടിയോ, ഇപ്പോൾ ഇവരെ വെറുതെ വിട്ട സാഹചര്യത്തിൽ എത്ര ആളെന്നറിയില്ല നമുക്ക്, എത്രയോ പേർ കൂടി കിണറ്റിലിട്ട് കൊന്നതിന് ശേഷം സാഹചര്യ തെളിവുകളുടെ ഇളവിൽ 3 പേർ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവർ രക്ഷപ്പെട്ടതിനോട് എനിക്ക് അഭിപ്രായമില്ല. അവർ രക്ഷപ്പെടട്ടെ, അത് വേറെ വിഷയം. അവർ തെറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ കോടതി വെറുതെ വിട്ടത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ആരാണ് സുലോചനയെ കൊന്നത്? സുലോചനയെ ബലാത്സംഗം ചെയ്തത് ആരൊക്കെ കൂടിയാണ് കൊന്നത്? ഇനി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആ വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ അടുത്ത കോടതിയിൽ പോണോ? എന്തുകൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ, നീതിപീഠ വ്യവസ്ഥയിൽ ഒരു കേസ് സാഹചര്യ തെളിവില്ലാതെ, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പല കേസും വന്നിട്ടുണ്ട്. വാട്സപ്പ് തെളിവൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ കൃത്യമായി ശിക്ഷിക്കാൻ കഴിയാത്ത കേസാണെങ്കിൽ ആരാണ് പ്രതി എന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഈ വിധിന്യായത്തിൽ തന്നെ എന്തുകൊണ്ട് അവസാനം ഒരു സെൻറ്റൻസ് എഴുതാൻ കഴിയുന്നില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച്? അത് ഞാനല്ല മറുപടി പറയേണ്ടത്. ഇവിടുത്തെ വക്കീലന്മാരും ജഡ്ജിമാരും നീതിന്യായ പീഠത്തിലുള്ളവരും ലാ കോളേജിലെ അധ്യാപകരും ഗവേഷണം നടത്തുന്നവരും ഒക്കെയാണ് ഇതിൽ പറയേണ്ട അഭിപ്രായം. ആരെങ്കിലും പരാതി പറഞ്ഞില്ലെങ്കിൽ, പരാതി പറയാൻ ആളില്ലെങ്കിൽ, ഇപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ മരിച്ചു പോകുന്ന, ഡയറക്റ്റ് ബന്ധുമിത്രാദികളൊക്കെ മരിച്ചു പോകുന്ന കേസിലാണെങ്കിൽ ചിലപ്പോൾ ഒരു കുടുംബം മൊത്തം ആക്സിഡൻറ്റ് വരുമ്പോൾ എല്ലാവരും മരിച്ചു പോകും. ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് താല്പര്യവും കാണില്ല കേസും പഴക്കം പറയാനൊന്നും. അങ്ങനെ താല്പര്യങ്ങളില്ലാത്ത കേസുകൾ വന്നാൽ അവിടെ ഒന്നും യഥാർത്ഥ പ്രതി ആരെന്ന് കണ്ടുപിടിക്കാൻ വകുപ്പില്ലാതെ പോയാൽ ഇതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? തീർച്ചയായും ഗൗരവമായൊരു ചോദ്യമാണിത്. ഇതൊരു നൈതികതയുടെ വിഷയമാണ്. നീതിപീഠത്തോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ്. സാഹചര്യ തെളിവുകളുടെ അഭാവത്തിൽ ഒരാൾ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സംഘം പേർ രക്ഷപ്പെടുമ്പോൾ ആരാണ് ഈ കുറ്റം ചെയ്തത്, പ്രതി ആര്, അത് കണ്ടുപിടിക്കേണ്ടതാണ്. അതിനുള്ള ഉത്തരവ് കൂടി, അതിനുള്ള തുടരന്വേഷണം കൂടി കോടതി പുറപ്പെടുവിക്കേണ്ടതാണ്. ഓരോ കേസിൻ്റെയും മെരിറ്റ് അനുസരിച്ച് CBI വേണോ, ക്രൈംബ്രാഞ്ച് വേണോ, ലോക്കൽ പോലീസ് വേണോ, ആരാണ് അന്വേഷിക്കേണ്ടതെന്ന് കോടതി പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൂടി പറയാൻ കഴിഞ്ഞാൽ ഈ ഉത്തരവിന്, ഈ ജഡ്ജിയുടെ
പിന്നെ ഈ ഉത്തരവിന് അല്ലെങ്കിൽ ഇങ്ങനെ ഈ നടപടിക്ക് വലിയൊരു മാനമുണ്ടാകും. തീർച്ചയായും അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുംകാല വിധികളിൽ തീർച്ചയായിട്ടും അങ്ങനെ കൂടി ഒരു പ്രൊവിഷൻ ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാക്കണം. നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അതുകൂടി ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഇന്ത്യൻ ന്യായ സംഹിതയിൽ ഇനിയും എന്തെല്ലാം എഴുതി ചേർക്കാൻ കിടക്കുന്നു, അതിലൊരു അധ്യായം ഇതുതന്നെ ആകട്ടെ.